സാറ ജോസഫിന്റെ പാപത്തറ എന്ന കഥ. ഉഷ്ണത്തിര തള്ളുന്നൊരു പാലക്കാടൻ കാറ്റിൽ മഞ്ഞരളിക്കാടുകൾ മുടിയഴിച്ചിട്ടാടിയപ്പോൾ അടിവയറ്റിലൊരു സ്വപ്നം പോലുടഞ്ഞു തകർന്ന് ലക്ഷ്മിക്കുട്ടിക്ക് പേറ്റുനോവ് ആരംഭിക്കുന്നു. കുറുമ്പ ഭഗവതി, മെടയാനിട്ട ഓലമടലുകൾക്ക് നടുവിലിരുന്ന് നെഞ്ചത്ത് കയ്യമർത്തി ലക്ഷ്മിക്കുട്ടി അമ്പരന്ന് വിളിച്ചു പോകുമ്പോൾ കൊടിയ വേനലിലും പച്ചത്തഴപ്പ് മുറ്റിയ മഞ്ഞരളിക്കാടുകൾക്ക് മീതെ മീനമാസത്തിലെ സന്ധ്യ ചോരത്തുള്ളികളായി ഇറ്റിറ്റു വീഴുന്നു. മുനിസ്വാമി, ദൈവങ്ങളെ! തൊട്ടടുത്തിരുന്ന് ഓലമെടയുന്ന കൊച്ചുനാരായണന്റെ അമ്മയിൽ നിന്ന് പേറ്റുനോവ് മറച്ചു പിടിക്കാൻ വേണ്ടി ലക്ഷ്മിക്കുട്ടി ദൈവങ്ങളെ വിളിക്കുമ്പോൾ മെടഞ്ഞിട്ട ഓലമടലുകളിൽ മുന്നൂർക്കുടം പൊട്ടി രഹസ്യം വെളിച്ചത്താവുന്നു. വെള്ളുള്ളിയും മഞ്ഞളും അരുതക്കൂമ്പും പീനാറിയും അരച്ചു കെട്ടിയ തുണിക്കിഴി കൊണ്ട് കൊച്ചുനാരായണന്റെ ഭാര്യയെ പലവട്ടം ഒഴിഞ്ഞ് തുണിക്കിഴി അവളുടെ കഴുത്തിൽ തന്നെ കെട്ടിയിട്ട് കൊച്ചുനാരായണന്റെ അമ്മ പറയുന്നു, ഇത്തവണ മകനാക്കും ലക്ഷ്മി പെണ്ണേ. അവർ മന്ത്രങ്ങൾ ചൊല്ലുന്നു. തലയ്ക്ക് പിന്നിലൂടെ കൈ ചുഴറ്റി വായുവിലെന്തോ ഊതി തെറിപ്പിക്കുന്നു. പകുതിയടഞ്ഞ ചത്ത കണ്ണുകളിൽ ഭയത്തോടെ നോക്കി നിന്ന് ലക്ഷ്മിക്കുട്ടി വിറയ്ക്കുന്നു. ആഭിചാരത്തിന്റെ രൂക്ഷഗന്ധം മുറ്റിയ കൈത്തലങ്ങൾ ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത്, കഴുത്തിൽ, മാറിൽ, വയറ്റിൽ, അടിവയറ്റിൽ പരതുന്നു. മകനേ! ഇരുണ്ട വേദനയുടെ ചീറ്റലുകൾക്കും ഉരുൾപൊട്ടലുകൾക്കും മീതെ പടർന്നു പിടിക്കുന്ന ഭീതിയോടെ താൻ അറിയാതെ എണീറ്റ് ഉമ്മറവാതിൽ കടന്ന് നടുത്തളം കടന്ന് ലക്ഷ്മിക്കുട്ടി ഈറ്റില്ലം നോഴുന്നു. സ്വപ്നാടനക്കാരിയെപ്പോൽ അറിയാതറിയാതെ പിറുപിറുക്കുന്നു. പെണ്ണെന്നെ ആവുള്ളൂ. ഈറ്റില്ലത്തിൽ നിസ്സഹായതയോടെ കൈകൂപ്പി കണ്ണുയർത്തി ഹൃദയമൊരുകി ലക്ഷ്മിക്കുട്ടി പ്രാർത്ഥിച്ചു. അവസാന നിമിഷത്തിൽ പോലും അത്ഭുതകരമായ ഒരു ലിംഗമാറ്റം നടത്തിത്തരാൻ കെൽപ്പുള്ള കുറുമ്പ ഭഗവതിയോട്, മുനീശ്വരനോട്, തറയിലെ മുഴുവൻ ദൈവങ്ങളോടും. പിന്നെ ചാവുതറയിൽ നിന്ന് മുത്തുവേടതിയും കൂട്ടിക്കൊണ്ട് കൊച്ചുനാരായണന്റെ അമ്മ കുതിച്ചെത്തുമ്പോൾ ലക്ഷ്മിക്കുട്ടി രക്തത്തിൽ കുളിച്ച് ബോധം കെട്ട് തളർന്നു കിടന്നു. മുത്തുവേടത്തിയും കൊച്ചുനാരായണന്റെ അമ്മയും കൂടി തണുത്ത വെള്ളം മുഖത്തൊഴിച്ച് ലക്ഷ്മിക്കുട്ടിയെ ഉണർത്തി. ഈറ്റുനോവ് പൊറുക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങളെപ്പറ്റി കൂട്ടം കൂടുമ്പോൾ പുറത്തിറക്കാറുള്ള കഥകൾ മുഴുവൻ പറഞ്ഞ് അവർ രണ്ടാളും ലക്ഷ്മിക്കുട്ടിയെ പ്രസവവേദനയിലേക്ക് നയിച്ചു. ലക്ഷ്മിക്കുട്ടിയെ, പെണ്ണെ, നീ കുറുമ്പ ഭഗവതിനെ മനസ്സിൽ നല്ലോണം നനച്ചങ്ങാണ്ട് കടന്ന, മുത്തുവേടതി പറഞ്ഞു. ലക്ഷ്മിക്കുട്ടി കുറുമ്പ ഭഗവതിയെ നനച്ചു. ചെമ്പട്ടുടുത്ത് ചെമ്പരത്തിമാലയിട്ട് പൊന്നരഞ്ഞാണും പൊന്നും ചിലമ്പും കെട്ടി കുറുമ്പ ഭഗവതി ചുവരിലെ ചിത്രത്തിൽ കനിവോടെ നിന്നു. വേദനയുടെ ഒരു ചീള് ഗർഭപാത്രത്തെ പിളർന്നുകൊണ്ട് കടന്നു വന്നപ്പോൾ കുറുമ്പ ഭഗവതി പൊട്ടിച്ചിരിച്ചു. ചിരിയിൽ രക്തമണികൾ ചിതറി. പൊന്നരഞ്ഞാണും പൊന്നും ചിലമ്പും കിലുങ്ങി. ചെമ്പട്ട് പാവാട വട്ടം ചുഴറ്റി. ചെമ്പരത്തിമാല ഇളകിയാടി. കുറുമ്പ ഭഗവതി നൃത്തം ചെയ്തിറങ്ങി വരുന്നു. ലക്ഷ്മിക്കുട്ടിയുടെ ഗർഭത്തിന്മേൽ പൂ പോലെ മൃദുലമായ കാലടികളാൽ ചവിട്ടി ചവിട്ടി നൃത്തം ചെയ്യുന്നു. വേദന കൊണ്ട് ലക്ഷ്മിക്കുട്ടി പുളയുമ്പോൾ താമരപ്പൂവൊത്ത കൈകളിൽ തുടുത്ത ഒരാൺകുഞ്ഞിനെ വെച്ച് നീട്ടുന്നു. അമ്മേ, ദേവി, ദൈവങ്ങളെ! അതെന്നെ ശരണം. മുത്തുവേടത്തി കാൽ നീട്ടിയിരുന്ന് മുറുക്കാൻ പൊതി അഴിച്ചു. തൊള്ള ഇടരുത് ലക്ഷ്മി പെണ്ണേ, തറയിലുള്ള ഒരു കൂട്ടം കൂടും, കൊച്ചുനാരായണന്റെ അമ്മ അടക്കം പറഞ്ഞു. ഈറ്റില്ലത്തിൽ പെണ്ണുങ്ങൾ കടന്നു വന്ന് പേറ്റ് കാണാൻ കാത്തുനിന്നു. അത് മാത്രം പറ്റത്തില്ല. മുത്തുവേടതി ഗർഭം എടുക്കണമെങ്കിലേ ഒരുത്തി ഇവിടെ നിൽക്കാൻ പാടില്ല. ചാവുതറയിലെ മുത്തുവേടത്തി കൊച്ചുനാരായണന്റെ അമ്മയെ പോലും ഈറ്റില്ലത്തിൽ നിന്ന് പുറത്താക്കി കതകടച്ച് തഴുതിട്ടു. മുത്തുവേടത്തിയുടെ കൈ പിടിച്ച് നെഞ്ചിലും കണ്ണിലും തൊടിയിച്ച് വിറങ്ങലിച്ച ശബ്ദത്തിൽ ലക്ഷ്മിക്കുട്ടി ചോദിച്ചു, മുത്തുവേടത്തി, പെണ്ണാണെങ്കിൽ എന്താ കാട്ട? മുത്തുവേടത്തി നിഗൂഢമായി ചിരിച്ചു. മഞ്ഞരളിപ്പൂക്കൾ പോലെ ചിരി ഈറ്റില്ലത്തിന്റെ ഇരുട്ടിൽ ചിതറി വീണു. പിന്നെയും മുത്തുവേടത്തി ചിരിച്ചു. മഞ്ഞരളിപ്പൂക്കളുടെ നിറം മാറുന്നു. ചെമ്പരത്തികൾ. മുത്തുവേടത്തിയുടെ ചിരി ചെമ്പരത്തികളായി ഈറ്റില്ലത്തിൽ ചിതറി വീഴുന്നു. മുത്തുവേടത്തിക്ക് ചിരി നിർത്തിക്കൂടെ? ലക്ഷ്മിക്കുട്ടി ചാടി എണീറ്റു. അതൊന്നും ഇപ്പം നനയ്ക്കേണ്ട വിഷയമല്ല ലക്ഷ്മി പെണ്ണേ. രണ്ടും രണ്ടിടത്താവട്ടെ, എന്നിട്ട് ആലോചിക്കാലോ.
ലക്ഷ്മിക്കുട്ടി അസ്വസ്ഥയായി. നെടുവീർപ്പോടെ അവൾ ഇടംഭാഗം ചെരിഞ്ഞു കിടന്നു. പടിക്കലെ മഞ്ഞരളിക്കാടുകൾ നൂണ്ട് കൊച്ചുനാരായണൻ കടന്നു വരുന്നത് കൊച്ചുനാരായണന്റെ വളർത്തുപട്ടിയുടെ മുരൾച്ചയിലൂടെ ലക്ഷ്മിക്കുട്ടി തിരിച്ചറിയുന്നു. അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടി. പെണ്ണ് പറണ കൊടിച്ചിയേ! ഈറ്റില്ലത്തിന്റെ 4 ചുറ്റും നിന്ന് കൊച്ചുനാരായണന്റെ അലർച്ചകൾ കേൾക്കുന്നു. ഇടിമുഴക്കങ്ങൾ പോലുള്ള കാൽവെപ്പുകളാൽ കൊച്ചുനാരായണൻ ഉമ്മറപ്പടി കയറുമ്പോഴും ഉമ്മറവാതിൽ നൂഴുമ്പോഴും നടുത്തളത്തിൽ കയറുമ്പോഴും ഈറ്റില്ലത്തിന്റെ വാതിൽക്കലെത്തി നിൽക്കുമ്പോഴും കേൾക്കുന്നു, പെണ്ണ് പറണ കൊടിച്ചേയ്. ലക്ഷ്മിക്കുട്ടി കണ്ണിറുക്കി അടച്ചു. ഈറ്റില്ലത്തിന്റെ ഓടാമ്പൽ കിലുങ്ങണുണ്ടോ? ഈറ്റില്ലം നിലവറക്കുണ്ടാണ്. നിലവറക്കുണ്ടിൽ ചങ്ങലക്കിട്ട കൈകാലുകൾ തല്ലി ലക്ഷ്മിക്കുട്ടി ഉറക്കെ കരഞ്ഞു. നിലവറക്കുണ്ടിന്റെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് കംസൻ പാഞ്ഞു വരുന്നു. ലക്ഷ്മിക്കുട്ടി പെണ്ണുപെറ്റു. കുഞ്ഞിന്റെ കാലിൽ തൂക്കിയെടുത്ത് തലയ്ക്ക് മീതെ 3 വട്ടം ചുഴറ്റി കരിങ്കല്ലിന്റെ ഭിത്തിയിൽ ആഞ്ഞടിച്ച് കംസൻ അലറുന്നു, പെണ്ണ് പറണ കൊടിച്ചേ! അതൊരനുഷ്ഠാനമാകുന്നു. നിലവറക്കുണ്ട് കുലുക്കി കംസൻ നടന്നകലുമ്പോൾ ചങ്ങലക്കെട്ടിൽ പിടഞ്ഞ് പൊട്ടിത്തകർന്ന കുഞ്ഞി തലച്ചോറും ചിതറിത്തെറിച്ചുപോയ കുഞ്ഞിക്കാലുകളും കുഞ്ഞിക്കയ്യും നോക്കി ലക്ഷ്മിക്കുട്ടി അലറുന്നു. പിന്നീടുള്ള നിലാവുകൾ ഓരോന്നും കറുത്തു പതയുന്ന ചോരക്കടലായിട്ടല്ലേ ലക്ഷ്മിക്കുട്ടിക്ക് തോന്നിയില്ലാളൂ. കണ്ണിറുക്കിയടച്ച് ചെവി കൊട്ടിയടച്ച് ലക്ഷ്മിക്കുട്ടി നിരീക്കുന്നു. ഇന്നത്തെ പ്രാവശ്യം കുഞ്ഞി തലച്ചോറുണ്ട് ഉപ്പേരി ഉണ്ടാക്കി കൊച്ചുനാരായണനെ തീറ്റിക്കും. കൊന്ന പാപം തിന്നാ തീ പോവുമല്ലോ. ഈറ്റുനോവാണോ? ലക്ഷ്മിക്കുട്ടിയെ നെടുക പിളരുന്നത് ഈറ്റുനോവാണോ? അവൾ തലയിട്ടുരുട്ടി, കൈകാലിട്ട് തല്ലി. മുത്തുവേടത്തി കാലുകളിൽ പൂണ്ടുപിടിച്ചു. നീ കട്ടിന്റെ കാലുമേല് പിടിച്ച് കിടന്നങ്ങാണ്ട് തൊള്ളയിട്ടേ ലക്ഷ്മിപ്പെണ്ണേ. പേരെടുത്ത് കഴിയുമ്പോഴേക്ക് എന്റെ കാലൊടിക്കണ്ട. വേദനയുടെ ഓവിലൂടെ ഒലിച്ചു പോകുമ്പോൾ തളർന്നു കഴിഞ്ഞ ഒച്ചയിൽ ലക്ഷ്മിക്കുട്ടി ചോദിച്ചു, മുത്തുവേട്ടത്തി, തങ്കവേലുവിന്റെ 2ാമത്തെ പെൺകുഞ്ഞിനെ നിങ്ങ 2 കൂടി അന്നന്നെയല്ലേ ഇല്ലാണ്ടാക്കിയത്? തന്നെ. മുത്തുവേടത്തി അലസമായി പറഞ്ഞുകൊണ്ട് അടയ്ക്കയ്ക്ക് മുരി കളഞ്ഞു. ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ തുറച്ചു നോക്കി. ചാവുതറയിലെ മുത്തുവേടത്തിയും പാവത്തറയിലെ കൊച്ചുനാരായണന്റെ അമ്മയും പിശാചിക്കൾ. നോക്കിയിരിക്കെ മുത്തുവേടത്തിയുടെ മുഖം ഇരുണ്ടു വരുന്നു. അവരുടെ കണ്ണുകൾ തുറിച്ചു വരുന്നു. വിരലുകളും പല്ലും നഖവും കൂർത്തു വരുന്നു. ചോരയിറ്റുന്ന നാക്ക് നീട്ടി കോപിഷ്ഠയായ കുറുമ്പ ഭഗവതിയെ പോലെ മുത്തുവേടത്തി ലക്ഷ്മിക്കുട്ടിയുടെ ഗർഭത്തിന്മേൽ വീണു. മുത്തുവേടത്തിയെ! ലക്ഷ്മിക്കുട്ടി അലറി. ഈറ്റില്ലത്തിന്റെ വാതുക്കൽ നിന്നിരുന്ന കൊച്ചുനാരായണന്റെ അമ്മ പിറുപിറുത്തു. അടക്കമില്ലാത്തോളൂ. ഞാനൊക്കെ ഞങ്ങളുടെ കൊച്ചാറാണനെ പെറ്റത് ഈച്ചയും പൂച്ചയും അറിയാണ്ടായിരുന്നു. ഇതെന്തൊരു ബഹളമാണ്! തറയിലുള്ള ഒരു കൂട്ടം കൂടി ചിരിക്കണത് കാണണം. ചാടി എഴുന്നേറ്റ് ഇളകി പുറപ്പെട്ട കിതപ്പോടെ ഒരീറ്റ പുലി പോലെ ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ നോക്കി. മുത്തുവേടത്തി തന്റെ ശത്രുവാണ്. ലക്ഷ്മിക്കുട്ടി നിന്ന് വിറച്ചു. നൊന്ത് വിളിച്ച് പറഞ്ഞ ലക്ഷ്മി പെണ്ണേ, ഇതുകൊണ്ട് വല്ലോ ആയോ? ശരിക്കുള്ള വേദന വരുമ്പോ കാണാം. മുത്തുവേടത്തി ലക്ഷ്മിക്കുട്ടിയെ പിടിച്ചു കിടത്തി. അവരുടെ കണ്ണുകളിൽ കനിവ്, ചുണ്ടുകളിൽ കനിവ്, കയ്യിലും മുഖത്തും കനിവ്. ലക്ഷ്മിക്കുട്ടി വിതുമ്പു. പേറ്റുനോവുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വെറുതെ അവളങ്ങനെ കിടന്നു. പെണ്ണായി പിറന്ന ഇതൊന്നും കൂടാണ്ട കഴിയില്ല ലക്ഷ്മിപ്പെണ്ണേ. കണ്ണീരിന്റെ ചില്ലുമറകളിലൂടെ ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ തുറച്ചു നോക്കി. അവളുടെ ചെവിയിൽ പാലക്കാടൻ കാറ്റു മൂളുന്നു. പനമ്പട്ടകൾ തുള്ളുന്നു. ചുരം കടന്നു വരുന്ന കാറ്റിന്റെ നീളം ചൂളം വിളി കേൾക്കുന്നു. പിന്നെ ഭീതിതമായ നിശബ്ദത. മഞ്ഞരളിക്കാടുകൾക്കിടയിലൂടെ തീ പിടിച്ച തുണിക്കെട്ടുപോലെ തത്തമ്മ അലറിപ്പാഞ്ഞു വരുന്നത് ലക്ഷ്മിക്കുട്ടിയുടെ നെഞ്ചിൽ ഇടിവെട്ടുകളായി വീഴുന്നു. തത്തമ്മ ആളിക്കത്തുകയായിരുന്നു. തത്തമ്മയുടെ മുടിയും മുഖവും കയ്യും കാലും വയറും കത്തിയാളുകയായിരുന്നു. തത്തമ്മ തീ പിടിച്ച് കറങ്ങുന്ന ഒരു തുണിപ്പന്തമായിരുന്നു. അലറിക്കരഞ്ഞ് നടുമുറ്റത്ത് വന്ന് തല പൊട്ടിത്തെറിച്ച് വീണു മരിച്ചു. ഞമ്മള് കൊടുത്തതൊന്നും പോരാന്നാണ് എഴുതിയേ. ഏട്ടന്റെ വീട്ടുകാരിക്ക് എപ്പോഴും ആർത്തി തന്നെ, ആർത്തി. ഇനിയും അച്ചോട് പറഞ്ഞ് ആ
എവിടുന്ന് എടുത്തിട്ടാ തരിക? ലക്ഷ്മിക്കുട്ടിയുടെ കാൽമുട്ടിൽ തലവെച്ച് 8 വയസ്സിന് താഴെയുള്ള തത്തമ്മ തേങ്ങി തേങ്ങി കരയുന്നു. തത്തേ, കരയാതെ മകളെ. തത്തമ്മയ്ക്ക് ഗർഭമുണ്ടായിരുന്നു. പെണ്ണിനെ പെറ്റ ചവിട്ടിക്കൊന്നു കുഴിച്ചു മൂടുമെന്ന് മരുതപ്പൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. പെണ്ണായി പിറന്ന ഇതൊന്നും കൂടാണ്ട കഴിയില്ല മകളെ, ലക്ഷ്മിക്കുട്ടി ഉപദേശിച്ചു. അന്നിറങ്ങിപ്പോയിട്ട് പിന്നെ കത്തിയെരിയുന്ന തുണിപ്പന്തമായിട്ടാണ് തത്തമ്മ വീട്ടുമുറ്റത്തേക്ക് എത്തിയത്. വീട്ടുമുറ്റത്ത് തല പൊട്ടിത്തെറിച്ച് വീണ് മരിച്ചു. കുറുമ്പ ഭഗവതി, എന്റെ ഗർഭത്തിൽ പെണ്ണാവരുതേ. ഈറ്റില്ലത്തിന്റെ ഓടാമ്പൽ കിലുങ്ങുന്നുവോ? കംസന്റെ ഊഴം 3 തവണ കഴിഞ്ഞിരിക്കുന്നു, ഇനി 4ാമത്. ലക്ഷ്മിക്കുട്ടി കണ്ണിറുക്കി അടച്ചു. ഓണനിലാവുകളൊക്കെ കറുത്തു പതയുന്ന ചോരക്കടലായി തുളുമ്പുന്നു. ചോരക്കടൽ തിരയടിക്കുമ്പോൾ തലതകർന്ന കുഞ്ഞുങ്ങൾ ഒഴുകി വരുന്നു. തുടുത്ത കുഞ്ഞുതുടകൾക്കിടയിലെ പൊന്നാലില പോലെ പെണ്ണത്തം പേറുന്ന കുഞ്ഞുങ്ങൾ. ലക്ഷ്മിക്കുട്ടി വാരിയെടുക്കുമ്പോൾ തുടുത്ത കുഞ്ഞുതുടകൾക്കിടയിലെ പൊന്നാലിലകളിൽ 100 മുത്തമിടുമ്പോൾ കൈവിരലുകൾക്കിടയിലൂടെ തണുത്ത ചോരക്കട്ടകളായി അലിഞ്ഞൂർന്നു പോകുന്നു. ദൈവങ്ങളെ, ലക്ഷ്മിക്കുട്ടി പിടയുന്നു. ഈറ്റുനോവ് കൊണ്ടല്ല, ഈറ്റുനോവിന്റെ അള്ളിപ്പറിക്കുന്ന വേദനകൾ ലക്ഷ്മിക്കുട്ടി അറിയുന്നില്ല. പട്ടണത്തിലെ പഠിപ്പുള്ള ഡോക്ടർ പറഞ്ഞത് കുറ്റം കൊച്ചുനാരായണന്റേതാണെന്നാണ്. അന്നു മുഴുവൻ കൊച്ചുനാരായണൻ വിഷണ്ണനായി നടന്നു. പക്ഷേ 4ാം വട്ടം കുളി തെറ്റിയപ്പോഴും കൊച്ചുനാരായണന്റെ അമ്മ തറയിലാകെ വിളിച്ചു പറഞ്ഞു നടന്നു. പെണ്ണ് പറഞ്ഞ കൊടിച്ചുണ്ടേ ഞങ്ങളുടെ ലക്ഷ്മി. നിന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല, ലക്ഷ്മിക്കുട്ടി പിറുപിറുത്തു. ആണായാലും പെണ്ണായാലും ഇത്തവണ ലക്ഷ്മിക്കുട്ടി പെറ്റു വളർത്തിക്കോട്ടെ, തറയിലുള്ളവര് പറഞ്ഞു. പെണ്ണിനെ പെറ്റാ മതിയാ? കെട്ടിച്ചയക്കാനുള്ള സിരിധനം ആരുണ്ടാക്ക? നിന്റെ തള്ളയാ? കംസൻ അലറുന്നു. നിലവറക്കുണ്ടിൽ പ്രസവത്തിന്റെ വിങ്ങൽ നിറയുന്നു. തിരിയുളി പോലുള്ള വേദനയ്ക്കൊപ്പം ചാവുതറയിലും പാപത്തറയിലുമുള്ള മഞ്ഞരളിക്കാടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൂട്ട നിലവിളികൾ പൊങ്ങുന്നു, താഴുന്നു. താരാട്ടുപാട്ടുകളുടെ ഊഞ്ഞാൽ കയറുകൾ കഴുത്തിൽ കുരുങ്ങി മുറുകി ലക്ഷ്മിക്കുട്ടി പിടഞ്ഞു. കഴുത്തിൽ കുരുങ്ങിയ കയർ ഊഞ്ഞാലാണ്. കൊച്ചുനാരായണനും അമ്മയും മുത്തുവേടത്തിയും കൂടി ഊഞ്ഞാലാട്ടി വിടുന്നു. ചാവുതറയുടെ നിലങ്ങളിൽ നിന്ന് പാപത്തറയുടെ ഉയരങ്ങളിലേക്ക്, പാപത്തറയുടെ നിലങ്ങളിൽ നിന്ന് ചാവുതറയുടെ ഉയരങ്ങളിലേക്ക്. കഴുത്തിൽ കുരുങ്ങി ഊഞ്ഞാൽ കയർ മുറുകുന്നു. ചാവുതറയിലും പാപത്തറയിലും കുഞ്ഞുങ്ങളുടെ കൂട്ട നിലവിളി പൊങ്ങുന്നു. ശ്വാസം മുട്ടിപ്പിടഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ ചാവുതറ കറുത്തു പതയുന്ന ചോരക്കടലാണ്. ചോരക്കടലിൽ ചത്തുവീർത്ത കുഞ്ഞു ശവങ്ങൾ ഒഴുകി നടക്കുന്നു. പ്രമീള, സുശീല, വനജ, രമണി, രാധ, 100,000 പൊന്നാലിലകൾ. ചോരക്കടൽ തിളച്ചു മറിയുന്നു. അമ്മേ, ലക്ഷ്മിക്കുട്ടി ശ്വാസം മുട്ടിപ്പിടഞ്ഞ് നിലവിളിച്ചു. അലക്കുകല്ലിന്റെ ചോട്ടിലിരുന്ന് അമ്മ മരുന്നരയ്ക്കുന്നു. മരുന്ന് വിഷമാണ്. ചക്കരയും കൂട്ടി വിഷമരച്ചുരുട്ടുന്നു. ഒരു മുന്തിരിപ്പഴത്തോളം, ഒരു കുന്നിമണിയോളം, ഒരു കടുകുമണിയോളം. കടുകുമണിയോളം കുഞ്ഞിന്റെ വായിൽ. കുഞ്ഞിന്റെ അമ്മ ഉറക്കമാണല്ലോ. കുന്നിമണിയോളം മുലക്കണ്ണിൽ. കുട്ടിക്ക് വയറ്റീന്ന് പോവാനുള്ളതാണ്. ഒന്ന് ഞരങ്ങി പിരിഞ്ഞ് പിന്നെ പിടഞ്ഞു കരയുന്ന കുഞ്ഞുവായിൽ വാരിയെടുത്ത് മുലയൂട്ടി. പാൽനുരയും ചോരപ്പതയും കണ്ട് ബോധ്യപ്പെടുമ്പോൾ മടിയിൽ മരിക്കുന്ന മക്കളെ ചുമക്കുന്നവൾ ലക്ഷ്മിക്കുട്ടിയാവുന്നു. കുഞ്ഞു കഴിഞ്ഞ അമ്മയുടെ തോരാത്ത കണ്ണീരിൽ കുതിർന്നു വീഴുന്നവൾ ലക്ഷ്മിക്കുട്ടിയാവുന്നു. ഇത് ലക്ഷ്മിക്കുട്ടിയുടെ നിയോഗമാണ്. കൊച്ചുനാരായണന് പെണ്ണേ ഉണ്ടാവുള്ളൂ. ലക്ഷ്മിക്കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല, യോഗമില്ല. ലക്ഷ്മിക്കുട്ടി നെഞ്ചു നുറുങ്ങിക്കരഞ്ഞു. അടങ്ങി കിടക്ക് ലക്ഷ്മി പെണ്ണേ, കുട്ടീന്റെ തല കണ്ടോടങ്ങി. മുത്തുവേടത്തി ശാസിക്കുന്നു. വേദന പൊറുക്കാഞ്ഞിട്ടല്ല. കിതപ്പിനിടയിൽ ലക്ഷ്മിക്കുട്ടി പിറുപിറുത്തു. എന്റെ മകളെ ഞാൻ ഒളിപ്പിച്ചു വയ്ക്കും. ഒരു കൊട്ടയിലാക്കി പഴന്തുണികൾക്കിടയിൽ ഒളിപ്പിച്ച് മുത്തുവേടത്തി, നിങ്ങൾ എന്റെ മകളെ പുഴയ്ക്കക്കരെ കടത്തിത്തരുമോ? ഈ താലിയും മാലയും പൊട്ടിച്ചു തരാം. മുഴുത്ത കണ്ണുകളിൽ അപേക്ഷ നിറച്ച് ലക്ഷ്മിക്കുട്ടി മുത്തുവേടത്തിയെ നോക്കി. ചാവുതറയിലെ ചത്ത മണ്ണുപോലെ, പാപത്തറയിലെ നരച്ച ആകാശം പോലെ മുത്തുവേടത്തി നിശ്ചലമിരിക്കുന്നു. ലക്ഷ്മിക്കുട്ടി നിലവിളിച്ചു. ഉറക്കെ ഉറക്കെ നിലവിളിച്ചു. തൊള്ളയിടാതെ ലക്ഷ്മി പെണ്ണേ, ദാ ഇപ്പൊ കഴിയല്ലോ. എനിക്ക് ഈറ്റുനോവില്ല. എന്റെ മകളെ ഒളിപ്പിച്ചു കടത്തൂ. നിലവറക്കുണ്ടിന്റെ വാതിലുകൾ തകർത്ത്
ഇടിമുഴക്കം പോലെ കാലച്ചു മുഴക്കി കംസനെത്തും മുമ്പ്. അടുത്ത ഉഷ്ണക്കാറ്റിൽ മഞ്ഞരളിക്കാടുകളിൽ ഒന്നായി ഇളകിയാടി തിമിർക്കും മുൻപ്. ആഭിചാരത്തിന്റെ പരുത്ത കൈപ്പത്തികളുമായി കൊച്ചുനാരായണന്റെ അമ്മ പറന്നെത്തും മുമ്പ്. ഒരു കൊട്ടയിലാക്കി പഴന്തുണികൾക്കിടയിൽ ഒളിപ്പിച്ച് മഞ്ഞരളിക്കാടുകൾ നൂന്നു കടന്ന് ചാവുതറയ്ക്കും പാവത്തറയ്ക്കും അപ്പുറം വഴിമാറിത്തരാത്ത പുഴ മുറിച്ചു നീന്തി നരിമാൻ കുന്നും പുലിമടയും കയറിയിറങ്ങി അക്കരെ അക്കരെ പെണ്ണു പൂക്കണ നാട്ടിൽ എത്തിച്ചു തരൂ, ഈ താലിയും മാലയും പൊട്ടിച്ചു തരാം.